ഹലോ എക്സാമിനർ പ്ലസ് 1 ഫാമിലി. അപ്പോൾ മക്കളെ, നമ്മുടെ 20 ഡേയ്സ് സ്റ്റഡി ചാലഞ്ച് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. നിങ്ങളെല്ലാവരും അതിൽ പങ്കെടുത്ത് മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്ന ചാപ്റ്റേഴ്സ് ക്രിസ്മസ് പരീക്ഷയ്ക്ക് മുൻപ് തീർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അതേസമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ക്രിസ്മസ് എക്സാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ശരിക്കത്തെ പരിപാടി തുടങ്ങാൻ പോകുന്നത്, പബ്ലിക് എക്സാമും മോഡൽ എക്സാമും. അപ്പോൾ ആ പബ്ലിക് എക്സാമിന് മുൻപ് നമുക്ക് ഫസ്റ്റ് മുതലുള്ള എല്ലാ ചാപ്റ്റേഴ്സും അവസാനം വരെയുള്ള എല്ലാ ചാപ്റ്റേഴ്സും എല്ലാ സബ്ജക്റ്റിൽ തീർക്കണം. അതിൻ്റെ റിവിഷൻ ചെയ്യണം, അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് വർക്കൗട്ട് ചെയ്യണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് മാത്രമല്ല, അത് കൂടാതെയുള്ള ചോദ്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്യണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് മാത്രം പഠിച്ചു പോയാലൊന്നും നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് നല്ല മാർക്ക് കിട്ടില്ല. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഇനി ഇത് നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് ഇതെങ്ങനെ ചെയ്യും, ഫസ്റ്റ് മുതൽ എങ്ങനെ പഠിക്കും എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടെങ്കിൽ, ഞാൻ ഇന്ന ട്യൂഷൻ ക്ലാസ്സിൽ പോകുന്നോ അല്ലെങ്കിൽ ഞാൻ ഈ രീതിയിൽ ചെയ്യുന്നോ എന്തെങ്കിലും നിങ്ങൾക്ക് പ്ലാൻ ഓൾറെഡി ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. അത് മാത്രമേ ഉള്ളൂ നിങ്ങൾ നോക്കേണ്ട ആവശ്യം, വേറെ ഒന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു സോഴ്സ് ഇല്ല. അതായത് നിങ്ങൾ ചിലപ്പോൾ ട്യൂഷനൊക്കെ പോയി തുടങ്ങി, പക്ഷേ ട്യൂഷൻ്റെ ക്ലാസ് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് അല്ല, അല്ലെങ്കിൽ അവിടുത്തെ സിലബസ് തീരുന്നില്ല എന്നാണ് തോന്നുന്നത്, അല്ലെങ്കിൽ നിങ്ങളത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ബാച്ചിൽ എവിടെയെങ്കിലും ജോയിൻ ചെയ്തു എന്നിട്ട് അത് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നില്ല, ഈവൻ എക്സാമിനറുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത് നിങ്ങൾ ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ ആദ്യം മുതൽ പഠിക്കാൻ റെഡിയാണെങ്കിൽ, കാരണം നിങ്ങൾ ആദ്യം മുതൽ പഠിക്കേണ്ടി വരും. അതിന് നിങ്ങൾക്കൊരു മൈൻഡ് സെറ്റ് ഉണ്ട്. ആദ്യം മുതൽ ഒരു അടിപൊളി ക്ലാസ് സെറ്റ് എനിക്ക് തന്നാൽ അല്ലെങ്കിൽ ഒരു ബാച്ച് എനിക്ക് തന്നു കഴിഞ്ഞാൽ ആദ്യം മുതൽ പഠിക്കുക മാത്രമല്ല പബ്ലിക് എക്സാമിന് മാക്സിമം മാർക്ക് വാങ്ങിച്ചെടുക്കും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ബാച്ചാണ് നമ്മുടെ ഉജ്വൽ ബാച്ച്. +1 ക്രാഷ് ബാച്ചാണ്. ക്രാഷ് ബാച്ച് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് മുതൽ നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും. ഫസ്റ്റ് മുതൽ അവസാനം വരെയുള്ള എല്ലാ സബ്ജക്റ്റിൻ്റെ എല്ലാ ചാപ്റ്റേഴ്സും പഠിപ്പിച്ച് നിങ്ങളെ പബ്ലിക് എക്സാമിന് കംപ്ലീറ്റ് സെറ്റ് ആക്കുന്ന ഒരു ബാച്ചാണിത്. ഈ ബാച്ചിൽ എന്തൊക്കെയാണ് കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പല ലൈവുകളിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാലും കൃത്യമായിട്ട് അറിയാത്തവർക്ക് വേണ്ടി +1 ഉജ്വൽ ബാച്ച് നമ്മൾ 23 ഡിസംബറിനാണ് ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. സോ ക്രിസ്മസ് എക്സാം കഴിഞ്ഞ പാടത്ത് നമ്മൾ ഒരു ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. അതിൽ തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. 1 ഷോട്ട് റിവിഷൻ കിട്ടുന്നതായിരിക്കും. എല്ലാ ചാപ്റ്ററിൻ്റെയും നിങ്ങൾക്ക് 1 ഷോട്ട് റിവിഷൻ റെക്കോർഡ് ക്ലാസ് കിട്ടുന്നതായിരിക്കും. അത് നിങ്ങളുടെ റെക്കോർഡായിട്ട് ടൈം ടേബിൾ പ്രകാരം കാണണം. അതിൽ കംപ്ലീറ്റ് സാധനങ്ങൾ, ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ ചോദ്യ ടൈപ്പുകളും, ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസും അതിൽ കവേർഡ് ആയിരിക്കും. അതുകൂടാതെ ഓരോ ചാപ്റ്ററിൽ നിൽക്കുന്നുണ്ടാവും ഷോർട്ട് നോട്ട്സ് വെച്ചിട്ടുള്ള ലൈവ് ഉണ്ടാവും. അപ്പോൾ ഈ 1 ഷോട്ട് റെക്കോർഡ് ക്ലാസ്സിൽ നിങ്ങൾ ആ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ അതൊന്നും കൂടി റിവിഷൻ, ഷോർട്ട് നോട്ട്സ് വെച്ചിട്ട് അതിലെല്ലാ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളും ലൈവായിട്ട് നമ്മുടെ ടീച്ചേഴ്സ് റിവിഷൻ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. നിങ്ങൾക്ക് ആ ഷോർട്ട് നോട്ട്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാം, ആ ഷോർട്ട് നോട്ട്സ് ഉപയോഗിച്ച് പിന്നീട് റിവൈസ് ചെയ്യാം. ലാസ്റ്റ് കാര്യം, നിങ്ങൾക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബുക്ക് കിട്ടുന്നതായിരിക്കും. ഈ ബുക്ക് ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് തലേന്ന് വരെ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ഇത് കൂടാതെ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ഉണ്ടാവുന്നതായിരിക്കും, പരീക്ഷകൾ ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മുടെ ഉജ്വൽ ബാച്ചിലുള്ളത്. ബേസിക്കലി ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് +1 പബ്ലിക് എക്സാമിന് ഫുൾ മാർക്ക് നേടാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇതിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ എവിടെ പോയി നോക്കിയാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, നിങ്ങൾക്ക് അതിനുള്ള സമയം ഉണ്ടാവില്ല. അപ്പോൾ ദിസ് ഇസ് മോർ ദാൻ സഫിഷ്യൻറ്റ്. ഓക്കെ, അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യണം. ബാച്ചിൻ്റെ ഫീസ് എത്രയാണ് മക്കളെ? 2000 റുപ്പീസാണ് ബാച്ചിൻ്റെ ഫീസ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് 2000 റുപ്പീസ് ഫീസ് അടച്ചിട്ട് ക്വസ്റ്റ്യൻ ബാങ്ക് കിട്ടുന്നതായിരിക്കും, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഈ ബാച്ചിൽ ഫ്രീ ആയിട്ട് അഡ്മിഷൻ കിട്ടാനുള്ള ഒരു വഴിയും കൂടെ ഞാൻ പറഞ്ഞുതരാം. സംഭവം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കറിയാം നമ്മുടെ +2 ബാച്ചസ് ഉണ്ട്. +2 ബോർഡ് എക്സാമിന് മാത്രമുള്ള ഉയരെ ബാച്ച് ഉണ്ട്. അതുകൂടാതെ നിങ്ങൾ എൻട്രൻസിൽ പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ജെയ്ക്ക് വേണ്ടിയുള്ള +2 വീര ബാച്ചും അതുപോലെ നീറ്റിന് വേണ്ടിയുള്ള +2 വേദ ബാച്ചും ഉണ്ട്. നിങ്ങൾ ഏത് +2 ബാച്ചിൽ ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് നമ്മുടെ +1 ക്രാഷ് ബാച്ച് ഫ്രീ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ ഉയരെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഉയരെ ബാച്ചിൻ്റെ ഫീസ് നിങ്ങൾക്ക് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. 6000 രൂപയാണ് ഫീസ്. 6000 രൂപയ്ക്ക് നിങ്ങൾ +2ൻ്റെ കംപ്ലീറ്റ് ക്ലാസ്സും കിട്ടുന്നതായിരിക്കും. +2ൻ്റെ കംപ്ലീറ്റ് ബുക്ക് സെറ്റ് കിട്ടുന്നതായിരിക്കും. വെസ്റ്റേൺ ബാങ്ക് അല്ല, കംപ്ലീറ്റ് ബുക്ക് സെറ്റ്, ഓരോ സബ്ജക്റ്റിൻ്റെ സെപ്പറേറ്റുള്ള ബുക്ക് സെറ്റ് കിട്ടുന്നതായിരിക്കും. തിയറിയും നോട്ട്സും ക്വസ്റ്റൻസും എല്ലാം ഉള്ള ബുക്ക് സെറ്റും കിട്ടുന്നതായിരിക്കും. +2ൻ്റെ കംപ്ലീറ്റ് ക്ലാസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. PYQ എല്ലാ കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. കൂടാതെ നിങ്ങൾക്ക് ഇതും ഫ്രീ ആയിട്ട് കിട്ടും. അപ്പം നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് ഏതിൽ ജോയിൻ ചെയ്യണോ എന്നുള്ള കാര്യം തന്നെ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ആർക്കാണ് ഇത് യൂസ്ഫുൾ ആവുക? നിങ്ങൾ ഡിസംബർ ക്രിസ്മസ് എക്സാം കഴിഞ്ഞിട്ട് ഫസ്റ്റ് മുതൽ പഠിച്ചു തുടങ്ങണം. അപ്പോൾ ആ പഠിച്ചു തുടങ്ങാൻ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു പ്ലാനോ അല്ലെങ്കിൽ കൃത്യമായിട്ട് അതിനുള്ളൊരു ആളോ അല്ലെങ്കിൽ ഒരു സംവിധാനമോ ഇല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ബാച്ച് ഏറ്റവും ബെസ്റ്റ് ബാച്ച് ആയിരിക്കും ഇത്. പല കുട്ടികളും കഴിഞ്ഞ വർഷമൊക്കെ ഫുൾ മാർക്ക് വാങ്ങിച്ചെടുത്ത 11 ഫുൾ മാർക്ക് ടോപ്പേഴ്സ് ആയിരുന്നു ഈ ബാച്ചിൽ നിന്നുള്ളത്. അപ്പം ആ കുട്ടികൾക്ക്, അതായത് ഫുൾ മാർക്ക് കിട്ടുന്ന കുട്ടികളെ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഫസ്റ്റ് മുതൽ പഠിക്കാൻ ആഗ്രഹമുള്ള എല്ലാ കുട്ടികൾക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ബാച്ച് ആയിരിക്കും. ബാച്ചിൽ ജോയിൻ ചെയ്യണം. താഴെ നമ്പറും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. വേഗം തന്നെ അഡ്മിഷൻ എടുക്കാം. ഫസ്റ്റ് ബാച്ച് നമ്മൾ 23 ഡിസംബറിന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ.